ജയ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ണി മുകുന്ദൻ എന്ന നടന്. മാർക്കോ എന്ന സിനിമ വല്ലാത്തൊരു വിവാദങ്ങളിലേക്കായിരുന്നു ഉണ്ണി മുകുന്ദനെ വലിച്ചടിച്ചുകൊണ്ട് പോകും. അത് നന്നായിട്ട് ഹിറ്റ് അടിച്ചു. മലയാള സിനിമ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് മലയാള സിനിമയെ കോടികൾ കിലുക്കത്തിൽ പൊക്കിക്കൊണ്ടുവന്നൊരു സിനിമ ആയിട്ട് പോലും സമൂഹത്തെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വല്ലാതെ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അലിഗേഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഉണ്ണി മുകുന്ദൻ ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ലായിരുന്നു. വീണ്ടും അദ്ദേഹത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാനേജർ ആണെന്ന് അവകാശപ്പെടുകയും എന്നാൽ ഇപ്പൊ മാനേജർ അല്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ തന്നെ PR സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം മർദ്ദിച്ചു എന്നും പറഞ്ഞ പരാതിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആ വിവാദങ്ങളെല്ലാം ജയിൻ കേട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും പറഞ്ഞ കണക്ക് തന്നെ തുടക്കം പറഞ്ഞ പോലെ മാർക്കോ എന്ന സിനിമയോട് കൂടി ഉണ്ണി മുകുന്ദന്റെ തലവര മാറി. അതായത് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊരു പദവിയിലേക്ക് ഏകദേശം ഉണ്ണി മുകുന്ദൻ എത്തുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിനു മുൻപും പലതവണ ഉണ്ണി മുകുന്ദനെ മറ്റ് സെലിബ്രിറ്റികൾക്കൊന്നും നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള വേട്ടയാടലുകൾ ഉണ്ണി മുകുന്ദന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ രാഷ്ട്രീയമാണ്. ഉണ്ണി ഒരു സംഘപരിവാർ അനുകൂലിയാണ്, അല്ലെങ്കിൽ BJP ചായുള്ള ഹിന്ദുത്വ വിശ്വാസിയാണ്. വിശ്വാസം അല്ലെങ്കിൽ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ്. ഉണ്ണി മുകുന്ദൻ ഒരു കാരണവശാലും എങ്ങും മറ്റു മതസ്ഥരെ തള്ളിപ്പറയുകയോ എന്തെങ്കിലും രീതിയിൽ അങ്ങനത്തെ ഒരു ആക്രമണത്തിനോ പ്രകോപനത്തിനോ ഒന്നും ആഹ്വാനം ചെയ്തൊരു വ്യക്തിയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും മറ്റ് സെലിബ്രിറ്റികൾക്ക് ഏൽക്കാത്ത സൈബർ ആക്രമണം പല സമയങ്ങളിലും ഉണ്ണി മുകുന്ദൻ നേരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വരികയാണെങ്കിൽ വിപിൻ കുമാർ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന് സ്വയം അയാൾ അവകാശപ്പെടുന്ന വ്യക്തിയാണ്. കാരണം ഉണ്ണി മുകുന്ദൻ പറയുന്നില്ല എപ്പോഴും അയാൾ എന്റെ മാനേജർ ആണെന്ന് പറയുന്നില്ല. പല സിനിമകളിലെയും പ്രൊമോഷനൊക്കെ ചെയ്യുന്ന PR ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പ്രശ്നങ്ങളുടെ തുടക്കം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരിവേട്ട എന്ന ടൊവിനോ തോമസിന്റെ സിനിമ, നമ്മുടെ മുത്തങ്ങ ഇൻസിഡന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുത്തൊരു സിനിമയാണ്. നല്ല രീതിയിൽ ഇപ്പോൾ തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഉണ്ണി മുകുന്ദന് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ഫ്ളാറ്റിലേക്ക്, ഉണ്ണി മുകുന്ദന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി തന്നെ മർദ്ദിച്ചു എന്നാണ്, പാർക്കിംഗ് ഏരിയയിലിട്ട് മർദ്ദിച്ചു എന്നാണ് ഈ വിപിൻ കുമാർ പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു പരാതി. അതിന് പിന്നാലെ സത്യം എന്തായാലും ഇപ്പൊ തെളിഞ്ഞില്ലേ? അതെ, കാരണം CCTV ദൃശ്യങ്ങൾ ആ ഫ്ലാറ്റിന്റെ DLF ഫ്ലാറ്റിന്റെ താഴേക്ക് വിളിച്ചു വരുത്തി, കൊച്ചിയിൽ വിളിച്ചു വരുത്തിയിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. CCTV രംഗങ്ങളിലൊന്നും മർദ്ദന രംഗങ്ങളൊന്നും കാണാനില്ല. ഇതിൽ ക്ഷുഭിതനായി സംസാരിക്കുന്നുണ്ട്, വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇരുന്ന കണ്ണടച്ച് കൂളിംഗ് ഗ്ലാസ് മാറ്റി സംസാരിക്കണം എന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കൂളിംഗ് ഗ്ലാസ് മാറ്റാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഊരി വലിച്ചെറിഞ്ഞു, സ്വാഭാവികമായിട്ട് ദേഷ്യത്തിന്റെ വലിച്ചെറിഞ്ഞു, ചവിട്ടി പൊട്ടിച്ചതായിട്ട് കാണിക്കുന്നു. പക്ഷെ കയ്യാങ്കളിയോ മർദ്ദനമോ ആ CCTV ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതി ഒരു വ്യാജമാണെന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. എന്നിരുന്നാലും ജയ് നേരത്തെ സൂചിപ്പിച്ച പോലെ നരിവേട്ടയുടെ ഒരു സംഭവം ഓൾറെഡി ഇഷ്യൂ ആയിരുന്നു. അദ്ദേഹം പ്രശംസിച്ചു, PR വർക്ക് ചെയ്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് കുറച്ചുകൂടെ പഴക്കമുണ്ട് ഈ ഒരു വഴക്കിന്. കാരണം ഈ മാർക്കോയുടെ PR ടീം രണ്ട് ടീമുകളെയാണ് പിന്നെ ഉണ്ണി മുകുന്ദനെ ഏൽപ്പിച്ചിരുന്നത്. അതിലൊരാളെ വിപിൻ കുമാർ, വേറൊരു ലേഡിയുടെ ഒരു കമ്പനിയും കൂടെ ആയിരുന്നു. സോ ഇവർ തമ്മിൽ, അതായത് മാർക്കോടെ കൂടുതൽ പ്രൊമോഷൻ ചെയ്തത് ഞങ്ങൾ കാരണമാണ് കൂടുതൽ ഇത്രയും പ്രൊമോഷൻ കിട്ടിയെന്ന രീതിയിൽ ഒരു ഈഗോ ക്ലാഷ് ഈ രണ്ട് കമ്പനിക്കാർ തമ്മിലുണ്ട്. അതായത് വിപിൻ കുമാറിന്റെ കമ്പനിയും ഈ പറയപ്പെടുന്ന ലേഡിയുടെ കമ്പനിയുമായിട്ട്. അന്ന് തൊട്ടേ ഈ പറയുന്ന ഈ ഉണ്ണി മുകുന്ദനുമായിട്ട്, അപ്പൊ ഉണ്ണി മുകുന്ദൻ ആ ലേഡിയെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞു, അല്ലെങ്കിൽ ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് അന്ന് തന്നെ ഇയാൾക്ക് ഒരു ചെറിയ വൈരാഗ്യം, ഒരു വെഞ്ചൻസ് ഉണ്ണി മുകുന്ദനുമായിട്ട് ഉണ്ടെന്നാണ് കിംവദന്തികൾ, കരക്കമ്പി പറയുന്നത്. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി മാധ്യമങ്ങളെ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും പർട്ടിക്കുലർലി ആ സംഭവത്തെ പറ്റിയായിരിക്കും സംസാരിക്കുക. പക്ഷേ ഈ വിപിന്റെ ഒരു മാധ്യമ പ്രതികരണം എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഉണ്ണിയോടൊക്കെ എന്തോ അസൂയയോ പ്രതികാരമോ ഒക്കെ മനസ്സിലുള്ള വ്യക്തി തന്നെയാണ്. കാരണം അയാൾ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: ഉണ്ണിയുടെ മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമയെ ഹിറ്റായില്ല, ഈ ഗെറ്റ് സെറ്റ് ബേബി എന്ന് വിചാരിച്ച പോലെ ഹിറ്റായില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷനും ഉണ്ണിക്കുണ്ട്. അത് തീർക്കുന്നത് ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെയാണ്. പല പ്രൊഫഷണൽ ജലസിയും പ്രൊഫഷണൽ ഈഗോ ഒക്കെ ഉണ്ണിക്കുണ്ട്. സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു പരാതിയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. എന്തിന് മർദ്ദിച്ചു, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്, എവിടെ വെച്ച് മർദ്ദിച്ചു, ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇടിച്ചു എന്നൊക്കെയാണ് പറയാറ്. അതിന്റെ കൂട്ടത്തിൽ അതിലും വലിയ രീതിയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് വിപിൻ ഉദ്ദേശിക്കുന്നത് ഉണ്ണി ശരിയല്ല, ഉണ്ണിയുടെ വ്യക്തിത്വം ശരിയല്ല, കൂടെ നടന്ന് പണി കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു ഇമേജ് ആണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യക്തിയായിട്ടാണ് നമ്മളടക്കം, ഞാൻ പ്രത്യേകിച്ച് ഈ പറയുന്ന ശരിയാണെങ്കിലും ഇല്ലേ, ശരിയൊക്കെ തോന്നി അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. എനിക്ക് ഞാൻ ആ പുള്ളി മറ്റേ പത്രപ്രവർത്തകർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു ക്ലിപ്പായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്നത് എന്നെ ആക്രമിച്ചു, മർദ്ദിച്ചു, പിന്നെ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്,
ഞാൻ മറ്റുള്ളവരുള്ള ദേഷ്യം എനിക്ക് എത്ര നാൾ സഹിക്കാൻ പറ്റും എന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാര്യയാണല്ലോ എന്ന് പറയുന്നത് സഹിക്കാനായിട്ട്. എന്തായാലും അതിലെന്തോ ഒരു കാലങ്ങളായിട്ട് തീർക്കുന്ന പോലെ. അതോടൊപ്പം മറ്റൊരു വശം പറയുന്നത് ഈ ഉണ്ണി മുകുന്ദനെ കുറിച്ച് വളരെ മോശമായിട്ട് പല നടിമാരിടിക്കലും നടന്മാരിടിക്കലും ഒക്കെ പുള്ളി ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഉണ്ണി മുകുന്ദൻ കൊച്ചിയിൽ ഷൂട്ടിന്റെ ഭാഗത്തിന് വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെടുകയും നേരിട്ട് നിന്ന് കാണുകയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിൽ ഈ പറയുന്ന കൂടുതൽ ക്ഷുഭിതനാകാൻ കാരണമായിട്ട് അവർ പറയുന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ച് സംസാരിക്കും. ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് നമ്മളത് ക്ലിയർ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഫ്രണ്ട്സ് ആയിട്ടെന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് അല്ലല്ലോ അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു പരസ്പരം സംസാരിച്ച് ആ ഒരു വിഷയം തീർക്കാനായിരിക്കാം ഒരുപക്ഷെ ഉണ്ണിമുഖം വന്നത്. കാരണം ഉണ്ണിമുഖനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ ഇമേജ് ഉള്ള ഒരു കഴിവുള്ള ഒരു പബ്ലിക് ഫിഗർ ആണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. ഈ വിപിൻ കുമാറിനെ ആർക്കും അറിഞ്ഞുകൂടാ. വിപിൻ കുമാറിന് ഇമേജ് പോയാലും ഇല്ലെങ്കിലും വലിയ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഉണ്ണിമുഖനെ സംബന്ധിച്ചിടത്തോളം അത് പോയാൽ പുള്ളിക്ക് അത് വിഷയം തന്നെയാണ്. കാരണം ഹീസ് എ ഫിലിം സ്റ്റാർ. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇങ്ങനെ എടുത്തിയാട്ടം ചെയ്യുമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തനം നമുക്കത് അവിശ്വസനീയമാണ്. പിന്നെ തെളിവുകൾ തരുന്നതിൽ വിപിൻ കുമാർ പരാജയപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളി അലിഗേഷൻസ് ആർക്കും ഉന്നയിക്കാമല്ലോ. എന്നെ അച്ഛനെ വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു, കുഞ്ഞുകുട്ടികൾ പറയുന്ന തല്ലി, ടീച്ചറിനെ തല്ലി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി പരാതി കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് CCTV പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും ഉണ്ണി മർദ്ദിച്ചു, കൈവച്ചു. ഈ വിപിനെ കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ആ CCTV നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു കേസിന്റെ അപ്ഡേഷൻ. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ശാരിക പറഞ്ഞതുപോലെ ഈ കൂളിംഗ് ഗ്ലാസിന് പിന്നിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് ഉണ്ണിക്ക് ശത്രുതയുള്ള ഒരു താരം തനിക്ക് തന്ന കൂളിംഗ് ഗ്ലാസ് ആണ് ഇതെന്ന് ഉണ്ണിക്കറിയാം. അതുകൊണ്ടാണ് ഉണ്ണി അത് മനഃപൂർവ്വം വലിച്ച് എടുത്ത് നശിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കൂളിംഗ് ഗ്ലാസ് ഉള്ള വ്യക്തി ആയിരിക്കത്തില്ല വിപിൻ കുമാർ ആണെങ്കിലും. ഈ പറഞ്ഞ കണക്ക് ധാരാളം അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് PR വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം കാശും ലക്ഷറി സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ആ രീതിയിൽ ഉണ്ണി വിളിക്കുമ്പോൾ ഈ താരം കൊടുത്ത കൂളിംഗ് ഗ്ലാസ് തന്നെ വെച്ച് വരണമെങ്കിൽ ഉണ്ണിയെ പ്രകോപിപ്പിക്കുക പ്രൊവോക്ക് ചെയ്യുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. പിന്നെ പലപ്പോഴും പറഞ്ഞ ഉണ്ണിയുടെ ദേഷ്യം ചർച്ചയായിട്ടുള്ളതാണ്. പല സമയത്തും ഹൈക്കോടതി പണ്ടൊരു കേസ് ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് പോലും ഉണ്ണിയുടെ താക്കീത് ചെയ്തതാണ് ഉണ്ണിയുടെ കോപം നിയന്ത്രിക്കണം. അപ്പൊ ആ രീതിയിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി എന്നറിയുന്ന ഒരാൾ കൂടി ആയിരിക്കണമല്ലോ തീർച്ചയായിട്ടും. ഇത്രയും കാലമായിട്ട് ഒപ്പം നടന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒപ്പം നടന്ന ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഉണ്ണിയുടെ സിനിമകൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉണ്ണിയുടെ സ്വഭാവം എല്ലാ രീതിയിലും അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യുക, ആ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ ഉണ്ണിയുടെ ഇമേജ് വീണ്ടും തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ വിപിൻ കുമാറിനുള്ളത് തോന്നുന്നു. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈഗോ ക്ലാഷും മറ്റതൊക്കെ സംഭവിക്കുന്നത് ഈ വിപിൻ കുമാറിന്റെ ഇടയിലാണെന്നാണ് തോന്നുന്നത്. കാരണം അതൊരു ഈ ഉണ്ണിയെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പൊതുവിൽ സിനിമ താരങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത് അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒരു താരചാടകളില്ലാത്ത. അതായത് എനിക്ക് തോന്നുന്നു ജയ് എന്നോട് സൂചിപ്പിച്ചതുപോലെ ഈ എന്താ പറയുക, എത്രയൊക്കെയോ കാര്യങ്ങൾ ഉപകാരം ചെയ്താലും ഉപകാര സ്മരണയില്ലാത്ത ആൾക്കാരാണ് ഈ താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം അച്ഛനോട് പോലും ഹു ആർ യു എന്ന് ചോദിക്കുന്നതാണ് ഒരു സിനിമ ഹിറ്റായി കഴിയുമ്പോൾ. അങ്ങനെ സ്വഭാവമുള്ള താരങ്ങൾ വരെ ഉണ്ടാകാം സിനിമകൾ. ഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാളം പോലും നമ്മൾ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. മലയാളം പിന്നെ അവർ സംസാരിക്കില്ല, ഭയങ്കര ഇംഗ്ലീഷാണ്, കുറച്ചേ അറിയും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുവനടിമാരും ഒക്കെ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ പലവട്ടം സർക്കാസ്റ്റിക് രീതിയിൽ ഇന്നായിരുന്നെങ്കിൽ അവരൊക്കെ കയറി പോയേനെ. അന്നത്തെ കാലത്ത് പോലും പണ്ട് ദൂരദർശനിൽ ഇന്റർവ്യൂ സമയത്ത് പോലും അങ്ങോട്ട് പോയ നടിമാരൊക്കെ തിരിച്ചു വന്നിരുന്ന ഇന്റർവ്യൂ കൊടുക്കും ഭയങ്കര ഇംഗ്ലീഷ് അല്ലെങ്കിൽ തെലുങ്കു, മലയാളം മാത്രമല്ല. അപ്പൊ അങ്ങനെ ഒരു താരജാടയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു താരജാടകൾ ക്രിയേറ്റ് ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു ഫീൽഡാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. സോ ബട്ട് അതൊന്നും താരജാട ഇല്ലാത്തൊരു നടനായിട്ടാണ് ഉണ്ണി മുകുന്ദൻ പൊതുവിൽ അറിയപ്പെടുന്നത്. ബേസിക്കലി സിനിമ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല ഉണ്ണി മുകുന്ദൻ. ഞാൻ പണ്ടെപ്പോഴോ കണ്ടിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ പഠിച്ചതും വളർന്നൊക്കെ ഗുജറാത്തിലാണ്. അദ്ദേഹം ഒരു ഓഡീഷന് വന്ന് ഒരു സംഭവം അഭിനയിച്ച് കാണിക്കുന്ന ഒരു റീല് ഭയങ്കര വൈറലായിട്ട് നമ്മുടെ യൂട്യൂബിൽ കിടന്നു ആക്ട് ചെയ്യാനായിട്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നോർമലി ഒരു സാധാരണക്കാരനായ പയ്യനിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് കടന്നു വന്ന വഴികളാണ് ഇതെല്ലാം തന്നെ. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്താനും അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴാണ് ബ്രേക്ക് ത്രൂ ആയിട്ട് അദ്ദേഹത്തിന് മാളിയപ്പുറം ലഭിക്കുക. എന്നിട്ടും പലരും പറഞ്ഞു വന്നു, മാളിയപ്പുറം ഉണ്ണി മുകുന്ദന്റെ അഭിനയ മികവൊന്നും അല്ല, ആ കുട്ടിയുടെ അഭിനയ മികവാണ്, അല്ലെങ്കിൽ ആ സംവിധായകന്റെയാണ്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എന്താണ് മാളികപ്പുറത്തിന് അച്ഛനായിട്ട് അഭിനയിച്ച ആളുടെ സെന്റിമെന്റ്സ് ആണ്. പല ആൾക്കാർ ഈ പറഞ്ഞ കണക്ക് എതിർ രാഷ്ട്രീയമുള്ള ആൾക്കാർ പോലും അതൊരു നല്ലൊരു സിനിമയെന്ന് അംഗീകരിക്കാതെ അതെന്താ പറയാ, അത് ഹിന്ദുത്വവാദികളുടെ സിനിമയാണ്, വിശ്വാസികളുടെ സിനിമയാണെന്നൊക്കെ അതാണ് ഞാൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്. മറ്റൊരു സെലിബ്രിറ്റികൾക്കും ഒരു താരങ്ങൾക്കും നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള സൈബർ ബുള്ളിങ്, സൈബർ ആക്രമണങ്ങൾ ഒരു ഘട്ടത്തിൽ നേരിട്ട വ്യക്തിയാണ്. ശാരിക പറഞ്ഞ കണക്ക് തന്നെ ഒരു നമ്മുടെ
ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള JB ജംഗ്ഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഉണ്ണി പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഇന്റർവ്യൂ ആണ്. ആ സമയത്തൊക്കെ ഒരു മൊമെന്റിൽ ഉണ്ണി കരയുന്നത് പോലും ഉണ്ട്. അതായത് ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് എൻ്റെ വീടും എൻ്റെ പാഷനും ഒക്കെ സിനിമയാണ്, എൻ്റെ വീട് വിട്ടിറങ്ങി പോലും ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞിട്ട് എനിക്കൊരു സിനിമ കിട്ടുന്നില്ല, അവസാനം ഞാൻ ആ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ പറയുന്ന പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും മാർക്കോയാണ് പുള്ളിയുടെ ഒരു കരിയർ. അതായത് എല്ലാവരുടെയും, അതായത് വിമർശകരുടെയും അദ്ദേഹത്തിന്റെ കുതികാൽ വെൽറ്റുകളുടെ ഒക്കെ വായടപ്പിച്ചുകൊണ്ട് ഒരു പടമായിരുന്നു മാർക്കോ. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വല്ലാത്ത ഒരു അഭിനയ മികവോടുകൂടി നിന്ന, അത് വല്ലാത്തൊരു മനോഭാവത്തിൽ അഭിനയിച്ച ഒരു പടം തന്നെ. അതായത് മാർക്കോയായിട്ട് ഉണ്ണിമൂന്നും ജീവിക്കുകയാണെന്ന് പോലും നമുക്ക് തോന്നി. കാരണം അതിനകത്ത് ആ ടൈറ്റിൽ റോഡ് പറയുന്ന പോലെ തന്നെ ദ മാർക്കോ, അദ്ദേഹത്തിന്റെ അഭിനയ മികവ് തന്നെയായിരുന്നു ആ പടം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും മേക്കിങ്ങിനോടൊപ്പം തന്നെ ഉണ്ണിയോട് പറഞ്ഞ കണക്ക് വ്യത്യസ്തമായ അഭിനയ ശൈലി ത്രൂ ഔട്ട് ആ ക്യാരക്ടറിനെ വിടാതെയുള്ള, അത് ഉണ്ണിമുകുന്ദനായിട്ടല്ല, ശാരിക പറഞ്ഞ കണക്ക് തന്നെ മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആവാഹിച്ചിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു. അത് തീർച്ചയായിട്ടും അത് ഒരുപാട് രീതിയിൽ ജനപ്രീതി കിട്ടിയ ഒരു സിനിമയാണ്. എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും മറ്റു വയലൻസ് സിനിമകൾക്ക് നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണോ കുടുംബമടക്കം കാണാൻ പോകുന്ന സിനിമയിലൊക്കെ ചെയ്യേണ്ട കാര്യം ഇതാണോ എന്നൊക്കെ ചോദിച്ചു വന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ കേസിൽ സത്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം CCTV-ൽ ഈ വിപിൻ കുമാർ പറയുന്ന കണക്കുള്ള ശക്തമായിട്ടുള്ള മർദ്ദനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു, അത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഉണ്ണി അടക്കം പല മാധ്യമങ്ങളോടും, ഉണ്ണിക്കടപ്പമുള്ള മാധ്യമങ്ങളോടും അല്ലാതെയും ഒക്കെ ഉണ്ണി അടക്കം പറയുന്നുണ്ട്. ആ കൂളിംഗ് ഗ്ലാസ് വലിച്ചെടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇങ്ങനത്തുള്ള മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഉണ്ണിക്ക് ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഏറെ നാളായിട്ട്, ഏറെ വർഷങ്ങളായിട്ട് ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ തന്നെ പറ്റി പല സമയത്തും പലയിടത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. സാധാരണ ഒരു സ്റ്റാറിന്റെ മാർക്കറ്റിങ്ങിന് നിൽക്കുന്ന ഒരു വ്യക്തി ആ സ്റ്റാറിനെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഒപ്പം നടന്നിട്ട് അയാളെ പറ്റി ഇല്ലാത്ത കഥകൾ പറയുക, മറ്റു നടിമാരോട് അയാളെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, മറ്റ് യുവ സംവിധായകന്മാരെ അയാളിലേക്ക് അടുപ്പിക്കാതെ കഥ കേൾക്കാനായിട്ട്, അങ്ങനെയൊക്കെ ഒരു അലിഗേഷൻ ഉണ്ട് കേട്ടോ വ്യാപകമായിട്ട്. അതായത് കഥ എത്തുമ്പോൾ കഥകൾ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിക്കെത്തുന്ന നല്ല പ്രോജക്റ്റുകൾ പോലും തട്ടിത്തെറിപ്പിക്കുന്നത് ഈ വിപിനാണ് എന്നുള്ളൊരു ആരോപണങ്ങൾ അങ്ങനെയും കേട്ടിരുന്നു. പിന്നെ പുള്ളിയുടെ സ്വഭാവത്തെ ഒരു നടനെ കുറിച്ച് മോശം കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ മോശം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക, നടിമാര് നേരിട്ട് ഇത് കേട്ട നടിമാര് തന്നെ നേരിട്ട് അത് ഉണ്ണിയോട് സംസാരിക്കുക, ആ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ കുറെ കരക്കമ്പികൾ ഈ സിനിമാ ലോകത്ത് ചുറ്റി നടക്കുന്നത്. എന്ത് തന്നെ ആയാലും അവസാനം ഇതിപ്പോൾ പോലീസ് കേസ് വരെ എത്തിയിരിക്കുന്നു. എന്തായാലും സത്യം ജയിക്കട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതിനെതിരായിട്ട് തീർച്ചയായിട്ടും ഒരു നടപടി സ്വീകരിക്കും. വില്ലൻ ആരാണെന്ന് തീർച്ചയായിട്ടും മറന്നേക്ക് ഉടനെ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.